സിനിമാ തിയേറ്റർ വികാര വിചാരങ്ങളും നൊമ്പരങ്ങളും തൻ്റെ തന്നെ അനുഭവമായി കാഴ്ചക്കാർക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയപ്പോൾ ആ മഹാത്ഭുതം ഒരാഘോഷമാക്കി മാറ്റാൻ ജനസാഗരം സിനിമാ കൊട്ടകയ്ക്ക് മുന്നിൽ കൂട്ടം കൂട്ടമായി വന്നുകൊണ്ടേയിരുന്നു. സൗഹൃദം പങ്കിടാനും തൻ്റെ പ്രിയതാരങ്ങളെ കാണാനും അവർ അവിടെ സന്തോഷപൂർവ്വം ഒത്തുകൂടി. മാറിവന്ന TV, കാസറ്റ്, ഡിജിറ്റൽ വിപ്ലവത്തിന് പോലും ജനങ്ങളും തിയേറ്ററുമായുള്ള ബന്ധമകറ്റാൻ ആയിരുന്നില്ല. നൂറ്റാണ്ടുകൾ കടന്നുവന്ന ഈ പ്രസ്ഥാനത്തിന് ഇതുവരെ അനുഭവിക്കാത്ത വിധം ഒരു പ്രതിസന്ധി കാത്തിരിക്കുന്നുണ്ടായിരുന്നു ലോകത്തിനും. സംസ്ഥാനത്തെ മുഴുവൻ സിനിമാ തിയേറ്ററുകളും ഈ മാസം 31 വരെ അടച്ചിടും. സിനിമാ സംഘടനകൾ കൊച്ചിയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. മോഹൻലാൽ ചിത്രം മരിക്കാർ അടക്കമുള്ള സിനിമകളുടെ റിലീസിംഗ് തീയതി മാറ്റിയേക്കും. ആളും ആരവുമൊഴിഞ്ഞ പ്രദർശനശാല ഒട്ടനേകം പേരുടെ ജീവിത ഉപാധി കൂടിയായിരുന്നു നിശ്ചലത്തിലാക്കിയത്. ഒട്ടനവധി തിയേറ്റർ ജീവനക്കാർ പടിയിറങ്ങേണ്ടി വന്നു. അപ്പോഴും അതിജീവനത്തിനെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ചു പേർ നല്ലൊരു നാളെ സ്വപ്നം കണ്ട് അവരുടെ കർത്തവ്യം തുടർന്നുകൊണ്ടേയിരുന്നു. ഞങ്ങളുടെ ഫാമിലി സിനിമാസ് ബിസിനസ്സിൽ വന്നിട്ട് 75 ഇയേഴ്സ് കഴിഞ്ഞു. ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഒരിക്കലും ഉണ്ടാവരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന. ഞങ്ങൾക്ക് പ്രൊജക്ടർ എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് 1 hour അല്ലെങ്കിൽ 2 hours റൺ ചെയ്യണം എന്നുള്ളതാണ്. അത് പ്രൊജക്ടറിനും നല്ലതാണ്, UPSനും ബാക്കിയുള്ള എക്യുപ്മെൻറ്റ്സിനൊക്കെ ഒരു ആവശ്യമാണ്. കാരണം ഇത് ഈ ഓൾമോസ്റ്റ് എവറി ഡേ 10-12 മണിക്കൂർ ഓടുന്നൊരു സംഭവമാണ്, ഇൻക്ലൂഡിങ് സൺഡേസ്. പിന്നെ ഉള്ളത് ക്ലീനിങ് അറ്റ്ലീസ്റ്റ് ഒരു വൺസ് ഇൻ എവറി 2 days ക്ലീനിങ് ഈസ് എ മസ്റ്റ്. അല്ലെങ്കിൽ ആ സീറ്റ്സും ഓഡിറ്റോറിയം ലോബി എല്ലാം വളരെ റൺ ഡൗൺ ആയിപ്പോവും. നമ്മുടെ ഈ സിനിമാ നിർമ്മാണം നിന്നിട്ടും എക്സിബിഷൻ നിന്നിട്ടും ഇപ്പം ഏകദേശം 8 മാസത്തോളം കഴിഞ്ഞു. മാർച്ച് 10 എക്സിബിഷൻ ഫിലിം എക്സിബിഷൻ. അത് കഴിഞ്ഞൊരു 10 ദിവസം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ നിർമ്മാണം കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഏകദേശം ഇപ്പോൾ 8 മാസമായി നമുക്ക് ഈ ഇൻഡസ്ട്രി ഒരു സ്റ്റാൻഡ് സ്റ്റില്ലിൽ വന്നിട്ട്. കൊറോണയും കാര്യങ്ങളൊക്കെ സംഭവം വന്നപ്പോഴത്തേക്കും വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. എന്നിരുന്നാലും അവിടുന്ന് പോലീസിൻ്റെയൊക്കെ പാസ്സൊക്കെ മേടിച്ചിട്ടാണ് വരാൻ. പോലീസിൻ്റെയൊക്കെ പാസ് കിട്ടിയെങ്കിലും ഇപ്പോൾ വഴിയിലൊക്കെ ഒരു തടയണമായിരുന്നു. എന്തിനാണ് ഇപ്പോൾ അത് ഓൺ ചെയ്യേണ്ട കാര്യം. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ഇത് ഈ പ്രൊജക്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളൊക്കെ ഓൺ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ മൊത്തം ഇത് ഹാങ്ങായി പോവും. അതിന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പോലീസിൻ്റെ നിന്നൊക്കെ വിട്ട് ഇവിടെ വന്നു ചേരാനും ഇതൊക്കെ ഓൺ ചെയ്യാനൊക്കെ എനിക്ക് സാധിച്ചു. ഇത് മറ്റുള്ള പ്രളയകാലത്തും മറ്റുള്ള സമയത്തും തന്നെ ജനങ്ങൾക്ക് ഭീതി ഉണ്ടായിട്ടില്ല. ഈ കോവിഡിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സ്പ്രെഡിങ്, ഇതിൻ്റെ അസുഖത്തിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഫീലിംഗ്, ഇതെല്ലാം ജനം ഇന്ന് ഭയപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം, പൊതു മാർക്കറ്റിലോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും വിധത്തിലോ ഒരു ആൾക്കൂട്ടമല്ല, പണ്ടത്തെ മാതിരി ആൾക്കാർ ബിസിനസ് വേണ്ടി ഇറങ്ങുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല.
അപ്പം ആ ഒരു ഭയപ്പാട് ജനത്തിൻ്റെ മനസ്സിൽ നിന്ന് മാറിയാലേ തിയേറ്ററിലേക്ക് ആകർഷിക്കപ്പെടുകയുള്ളൂ. ഇതിൽ ഒരു പരിസമാപ്തി എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ആലോചിക്കേണ്ട ഏറ്റവും വലിയൊരു മാതൃകയും അതേപോലെ തന്നെ എക്സിബിറ്റേഴ്സും ചെറിയ സിനിമകളുണ്ടാവണം, ആർട്ടിസ്റ്റ് ഇല്ലാത്ത സിനിമകളുണ്ടാവണം, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറഞ്ഞ സിനിമകളുണ്ടാവണം. അപ്പം അങ്ങനെയുള്ള പുതിയ പ്രമേയങ്ങളും പുതിയ സിനിമകളും വന്നാൽ മാത്രമേ ഈ ഒരു പൊസിഷനിൽ സിനിമക്കൊരു ഉത്തേജനം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ചെറിയ ഒരു ഓഡിയൻസിൽ നിന്നെങ്കിലും ഒരു പ്രേക്ഷകരെ അതിലേക്ക് കൊണ്ടുവന്ന് കുറച്ചും കൂടെ എക്കണോമൈസ് ചെയ്ത് കഴിഞ്ഞാലേ ലാഭം ഉണ്ടാവുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ്. When you and I were dating, did you speak to my secretary more than you spoke to me? She was one of my bridesmaids. ഇപ്പോൾ നമ്മളൊരു ഒരു സിനിമ ശരിക്കും ഒരു തിയേറ്ററിൽ പോയിട്ട് കാണുന്ന അത്രയും ഒരു അടിപൊളി എക്സ്പീരിയൻസ് മിക്കവാറും ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ചിലപ്പോൾ അത്ര കിട്ടില്ല. ബിക്കോസ് സറൗണ്ട് സൗണ്ട് ചിലപ്പോൾ കിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്ത് കംഫർട്ട് ആൻഡ് കൺവീനിയൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് ഇവിടെ ഒരു ഓൾമോസ്റ്റ് മൂവി ലൈക്ക് എക്സ്പീരിയൻസ് നമുക്ക് നമ്മുടെ ഒരു കാറിൽ തന്നെ വന്ന് ഒരു കോൺടാക്ട്ലെസ് ആയിട്ട് കിട്ടും. ഇവിടെ വന്ന് ഇരിക്കുക. പിന്നെ കാർ ആയതുകൊണ്ട് ഗുണം എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് വൺ സ്പീക്കർ, യു വിൽ ആക്ച്വലി ഗെറ്റ് എ സ്റ്റീരിയോ സൗണ്ട്. സോ ഇറ്റ് മൈറ്റ് നോട്ട് ബി ആസ് ഗുഡ് ആസ് എൻ ആക്ച്വൽ മൂവി, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് പ്രെറ്റി ഗുഡ് ഇനഫ്. ആൻഡ് എസ്പെഷ്യലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മൾ ഈ കോവിഡ് സിറ്റുവേഷൻ ആയി കഴിഞ്ഞപ്പോൾ എവറിത്തിങ് ഇസ് ജസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, മേക്ക് ഡു വിത്ത് വാട്ട് യു ഹാവ്, എല്ലാം അത് തന്നെയാണ് ഇപ്പോൾ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റാണ് ഇപ്പോൾ കിട്ടിക്കുന്നത്. അപ്പോൾ ഐ തിങ്ക് ദറ്റ് സോ ഫാർ പീപ്പിൾ ആർ എൻജോയിങ് ബിക്കോസ് ദേ റിയലൈസ് ദറ്റ് എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ലോക്ക്ഡൗൺ വന്നപ്പോൾ ആൾക്കാർ മനസ്സിലായി നമ്മൾ ഇതിനു മുമ്പ് പല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ നമുക്കൊരു ചെറിയ രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബട്ട് ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് ഗുഡ്. യു നോ ദ സ്മോൾ തിങ്സ് ഇൻ ലൈഫ് ആർ വാട്ട് ആക്ച്വലി ഗിവ് യു ഹാപ്പിനെസ്. അപ്പോൾ ദാറ്റ്സ് പ്രെറ്റി ഗുഡ്. ആയിരത്തി 1996 കാലിഫോർണിയ. തൻ്റെ പതിവ് വ്യായാമത്തിന് ശേഷം റീഡ് ഹാസ്റ്റിങ്സ് ബ്ലോക്ക് ബസ്റ്റർ വീഡിയോ റെൻ്റലിൽ നിന്ന് താൻ കാണാനെടുത്ത അപ്പോളോ 13 എന്ന ചിത്രം തിരികെ നൽകാനെത്തി. പക്ഷേ റെഡിനെ കാത്തിരുന്നത് ചിത്രം നൽകാൻ വൈകിയതിൻ്റെ $40 പിഴയായിരുന്നു. ഇത്രയും വലിയൊരു തുക പിഴയായി കിട്ടിയ റെഡ് നിരാശനായി. സോഫ്റ്റ്വെയർ എഞ്ചിനീയറും സഹപ്രവർത്തകനുമായ മാർക്ക് റാൻഡോൾഫുമായി എങ്ങനെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഒരു ബദൽ വീഡിയോ റെൻ്റൽ സംരംഭം ആരംഭിക്കാമെന്നാലോചിച്ചു. തുടർന്ന് ഒരു വ്യവസായത്തിന് ചിലവുണ്ടാക്കുന്ന കെട്ടിടം, വൈദ്യുതി, തൊഴിലാളികൾ എന്നിവ നന്നേ ലഘൂകരിച്ച് VCRനേക്കാൾ വളരെ വില കുറഞ്ഞ DVD ഇൻ്റർനെറ്റ് മുഖേന ജനങ്ങൾക്ക് റെൻ്റൽ ചെയ്യുവാൻ സൗകര്യമൊരുക്കി. ബുക്ക് ചെയ്ത് ഒരു ദിവസത്തിനകം പോസ്റ്റൽ സർവീസ് വഴി വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നതിലൂടെ അമേരിക്ക കണ്ട ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സിനിമാ ആസ്വാദനം വീടുകളിൽ സാധ്യമായി. പിൽക്കാലത്ത് OTT പ്ലാറ്റ്ഫോമുകളുടെ അവസാന വാക്കായ നെറ്റ്ഫ്ലിക്സ് എന്ന കമ്പനിയുടെ ഉദയമായിരുന്നു നാം കണ്ടത്. ബ്ലോക്ക് ബസ്റ്റർ വീഡിയോ റെൻ്റലിൻ്റെ അസ്തമനവും. OTTയുടേത് നമ്മൾ പ്രതീക്ഷിച്ച ഒരു വളർച്ച തന്നെയായിരുന്നു. 2022 വരെ എന്തായാലും OTT നല്ല രീതിയിൽ ഡെവലപ്പ് ആകുമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. കോവിഡ് കാരണം അത് കുറച്ചുകൂടെ ഒന്ന് പെട്ടെന്നായി എന്ന് മാത്രമേ ഉള്ളൂ. അത് ഇപ്പോൾ ഈ വർഷം വരെ ഏകദേശം നമ്മളെല്ലാവരും OTTയുടെ ഒരു ആവറേജ് വ്യൂയിങ് ടൈം 20 മിനിറ്റ് ആയിരുന്നത് കോവിഡിന് ശേഷം ഒരു 1 മണിക്കൂർ വരെ ആവറേജ് ടൈം കൂടിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. മാത്രമല്ല വേറൊന്ന് ടയർ 1 സിറ്റീസ്, അതായത് ഈ മെട്രോസ് അല്ലാതെ ഈ ടയർ 2 സിറ്റീസ്, അതായത് ഈ റൂറലായിട്ടുള്ള ഏരിയാസിലും OTTയെ കുറിച്ചുള്ള ഒരു അവയർനെസ് ഉണ്ടാകാൻ ഈ കോവിഡ് കാരണവും ഈ ലോക്ക്ഡൗൺ കാരണവും കൊണ്ടുള്ള ഒരു സമയം ഉപയോഗപ്രദമായി. അതായിരുന്നു അതിനകത്ത് പ്രധാനമായിട്ടും സംഭവിച്ചൊരു കാര്യം. ഈ പ്രതിസന്ധിക്കിടയിൽ നിർമ്മാതാക്കളൊക്കെ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും എവിടുന്നോ ഒരു ജീവശ്വാസം കിട്ടുന്ന പോലെയാണ് ചില നിർമ്മാതാക്കൾക്ക് OTT പ്ലാറ്റ്ഫോമിൽ അവരുടെ സിനിമകൾ കൊടുക്കാൻ പറ്റിയത്. ഇപ്പോൾ ആമസോൺ പ്രൈമും നെറ്റ്ഫ്ലിക്സും ഹോട്ട്സ്റ്റാറും ഒക്കെ ചില പടങ്ങൾ ഇന്ത്യയിൽ പല സ്ഥലത്തു നിന്നും അവർ പടങ്ങൾ പർച്ചേസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ അതിൽ കുറേ കാര്യങ്ങൾ മലയാളത്തിലും സംഭവിച്ചു. അങ്ങനെ സൂഫിയും സുജാതയും എന്ന് പറഞ്ഞ ഒരു സിനിമയും കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞ സിനിമയുമൊക്കെ ഇപ്പോൾ നമ്മൾ തിയേറ്ററിൽ വരാതെ ആദ്യമായിട്ട് നമ്മൾ OTT പ്ലാറ്റ്ഫോമിൽ കാണുകയുണ്ടായി. മലയാള സിനിമ ഉദ്ദേശിച്ചിട്ട് ഇപ്പോൾ ഈ വിവിധ മേഖലകളിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് ഒരിക്കലും മലയാള സിനിമ ഉദ്ദേശിച്ചിട്ട് അതൊരു വലിയ ഓപ്പണിംഗ് അല്ല.
ഏതാനും ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്ന സിനിമകൾ ഒഴിച്ചു ബാക്കി ഒന്നും തന്നെ ഈ OTT പ്ലാറ്റ്ഫോം എന്ന് പറയുന്നതിൽ എടുക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു ബിസിനസ് ഉണ്ടാകുകയില്ല. അതിനുവേണ്ടി ശ്രമിച്ച കൂട്ടത്തിൽ ഒരാളും കൂടിയാണ് ഞാൻ. അപ്പോൾ അതിൽ വന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ OTT പ്ലാറ്റ്ഫോമിൽ വരുന്ന തമിഴ്, ഹിന്ദി, തെലുങ്ക് പിക്ചേഴ്സിൻ്റെ വ്യൂവർഷിപ്പ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മലയാളത്തിൽ വളരെ കുറവാണ് വ്യൂവർഷിപ്പ്. ഓൾ ഓവർ വേൾഡ് അവർ കാൽക്കുലേറ്റ് ചെയ്യണം അങ്ങനെയാണ്. അപ്പോൾ നാച്ചുറലി ഇതൊരു ലാസ്റ്റ് പ്രിഫറൻസാണ് OTT പ്ലാറ്റ്ഫോം ബിസിനസ്സുകാർക്ക് ഇന്നുള്ളത്. ഇതിന്ന് വ്യത്യസ്തമായിട്ട് വരാം എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സും ആമസോൺ പ്രൈമും അതേമാതിരി തന്നെ സൺ നെറ്റ്വർക്ക്സും ഒക്കെ തുടങ്ങിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതനുസരിച്ചുള്ള ഒരു കോമ്പറ്റീറ്റീവായിട്ടുള്ള ഏതെങ്കിലും പ്ലാറ്റ്ഫോം വരികയാണെങ്കിൽ ഒരു പക്ഷേ ഇതൊരു ബ്രേക്കായിട്ട് വരാം. അല്ലാതെ തീർച്ചയായിട്ടും ഈ നമ്മൾ ക്രൂസിനെ ലിമിറ്റ് ചെയ്തുകൊണ്ടിട്ടോ അല്ലെങ്കിൽ കോസ്റ്റ് കട്ട് ചെയ്തുകൊണ്ടിട്ടോ ഇതൊരു ഷുവർ ബിസിനസ് അല്ല മലയാള സിനിമയെ ഉദ്ദേശിച്ചിട്ട്. OTTയുടേത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രോത്താണ്. ഏകദേശം ഒരു 30% അതിൻ്റെ ഒരു ആനുവൽ ഗ്രോത്ത് റേറ്റ്. 2023 ആകുമ്പോഴേക്കും തന്നെ അതൊരു $5 ബില്യൺ ഇൻഡസ്ട്രിയായി മാറും ഇന്ത്യയിൽ മാത്രം. പക്ഷേ OTT ഇപ്പോൾ ഉള്ളതുപോലെ ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു സ്പോർട്ട് റിലേറ്റഡ് മാത്രമായിട്ട് നിൽക്കത്തില്ല. ഇൻ ഫ്യൂച്ചർ ഇറ്റ് വിൽ മോസ്റ്റ്ലി റീപ്ലേസ് TV അല്ലെങ്കിൽ ഒരു കേബിൾ നെറ്റ്വർക്ക്. ആൻഡ് ഇറ്റ് വിൽ ഓൾസോ പ്രൊവൈഡ് ഈ പറഞ്ഞതുപോലെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അലൈഡ് ആയിട്ടുള്ള ഒരുപാട് സർവീസസും അതിലൂടെ പ്രൊവൈഡ് ചെയ്യും. ദാറ്റ് വിൽ ബി ദ ഫ്യൂച്ചർ ഓഫ് OTT. ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ പ്രശ്നങ്ങൾ, അതായത് 2 പടം ഓടും, 3 പടം പൊട്ടും. അപ്പോൾ അങ്ങനെ ഹിമാലയത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന താഴെ വന്ന് വീഴും. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ളവരാണ് ഇവിടുത്തെ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവർ. അത് സംവിധായകരായാലും നിർമ്മാതാക്കളായാലും ടെക്നീഷ്യൻസ് ആയാലും. ചില സമയത്ത് നല്ല സമയത്ത് ഒത്തിരി പടങ്ങളുണ്ടാവും, പിന്നെ ചില പടങ്ങളുണ്ടായിരിക്കും. പഞ്ഞമാസം എല്ലാവരുടെ ജീവിതത്തിലും ഉള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള ഒരു കരുത്ത് എല്ലാവരിലും ഉള്ളത്. ഞങ്ങളിപ്പോൾ ഗവൺമെൻറ്റിനോട് ഓൾറെഡി മെമ്മോറാൻഡം കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു 4-5 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഒഴിവാക്കുക. രണ്ടാമത് ഫിക്സഡ് ചാർജസ്, ഇലക്ട്രിസിറ്റി ഫിക്സഡ് ചാർജസ് മൊത്തത്തിൽ അടഞ്ഞു കിടക്കുന്ന സമയത്ത് ഒഴിവാക്കി തരിക. മൂന്നാമത്തെ ബിൽഡിംഗ് ടാക്സും അതിന് അനുബന്ധിച്ചുള്ള ടാക്സുകളും അടഞ്ഞു കിടക്കുന്ന സമയത്ത് ഒഴിവാക്കുക. നാലാമത്തെ എന്താണെന്ന് വെച്ചാൽ ഈ ലൈസൻസുകൾ എല്ലാം എക്സ്പയർ ആവുന്ന ലൈസൻസുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് 1 കൊല്ലത്തേക്ക് റിന്യൂ ചെയ്യുക. മാത്രമല്ല ലൈസൻസിങ് പീരീഡ് ഇപ്പോൾ 1 കൊല്ലമാണ്, അത് 5 കൊല്ലമാക്കി തരിക. ഇതാണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. സിനിമയ്ക്ക് ഈ പ്രതിസന്ധി എന്ന് പറയുന്നത് പുത്തരിയല്ല. ഇതിനു മുമ്പ് ഇതിനേക്കാൾ ഒരുപാട് പ്രതിസന്ധികളുണ്ടായിട്ടുണ്ട്. അന്നെല്ലാം സിനിമ ഉണർന്ന് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി ഈ കോവിഡ് പ്രതിസന്ധി, അതും അതിജീവിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ജനം തിയേറ്ററിലേക്ക് തിരമ്പി വരും. അത് ടിവിയിലും ടെലിഫോണിലും സിനിമ കണ്ട് മടുത്ത പ്രേക്ഷകൻ ഇതിൻ്റെ ഒരു തുടക്കത്തിൽ തിയേറ്ററിലേക്ക് തിരമ്പി വരുമെന്നുള്ളതിന് ഒരു സംശയമില്ല. അങ്ങനെ ഒരു വൻ പ്രതീക്ഷയിലാണ് സിനിമാ ലോകവും പ്രേക്ഷകരും തിയേറ്റർ ഉടമകളും പ്രൊഡ്യൂസേഴ്സും എല്ലാം തന്നെ. പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും സിനിമയിൽ ആദ്യമായിട്ടല്ല. ഇതിനു മുമ്പ് വന്ന എല്ലാ പ്രതിസന്ധികളും നല്ലോണം ഓവർകം ചെയ്തിട്ടുണ്ട്. ഈ പ്രതിസന്ധി തീർച്ചയായിട്ടും ഓവർകം ചെയ്യുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ്. നല്ല സിനിമകൾ വരട്ടെ, നല്ല കാലം വരട്ടെ.